ഹായ് ഫ്രണ്ട്സ്, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാടൻ കൊഴുക്കട്ട അത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. ഇതിനു മുമ്പേ ഞാൻ ഓട്ടടയൊക്കെ ഇട്ടിരുന്നു. ആ വീഡിയോ കണ്ട് നിങ്ങളെല്ലാം നല്ല സപ്പോർട്ടാണ് തന്നത്. അതുപോലെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നാടൻ കൊഴുക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് 2 കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കപ്പിന് 250 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ് അവൽ എടുത്തു വെച്ചിട്ടുണ്ട്. 125 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വേണം 2 കപ്പ്. അത് കാണിക്കാം. നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിലേക്ക് ഒരു പിഞ്ച് ജീരകപ്പൊടി ഇടുക. അല്ലെങ്കിൽ കാലിൻ്റെ പകുതി ജീരകപ്പൊടി ഇടുക. സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ചൊഴിച്ച് നമുക്ക് എടുക്കാം. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാവേ. സ്വല്പം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിതിന് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കാം. ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കും. അങ്ങനെ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ച് വെക്കുക. കൈ കൊണ്ട് ആദ്യം വെള്ളം ഒഴിച്ച് ചൂട് മാറി കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് നല്ല സോഫ്റ്റാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ അവലിലേക്ക് 3 ടേബിൾ സ്പൂൺ അവലാണ്. അതിലേക്ക് ഇച്ചിരി ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലോണം ഒന്ന് നനച്ച് വെക്കാം. പച്ചവെള്ളം, സാധാ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. ചുമ്മാ ഒന്ന് നമുക്ക് നനച്ച് വെക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 3 ടേബിൾ സ്പൂൺ അവല് ഒന്ന് ശകലം വെള്ളത്തിനകത്ത് നനച്ച് നമ്മൾ വെച്ചേക്കുവാണ്. സ്വല്പം സാധാ പച്ചവെള്ളത്തിനകത്ത് നനച്ച് മാറ്റി വെച്ചേ. വെള്ളയോ ചുമലോ ഏത് വേണേലും അവലെടുക്കാം. ഞാനിപ്പോൾ ചുമലയാണ് എടുത്തേക്കുന്നത്. ഇത് നനച്ച് മാറ്റി വെച്ചേക്കുവാണ്. 2 കപ്പ് തേങ്ങ നമ്മൾ അടുപ്പിൽ വെച്ച് വെള്ളം ഒന്ന് തോർത്തിയെടുക്കാം. നമ്മൾ പാനിനകത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങ വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ശർക്കര പാനി ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ നനച്ച് വെച്ചേക്കുന്ന അവലും കൂടി ഇടാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇടാം. 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ഇടാം. ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിക്കാം. നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മിക്സ് എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് തീ ഓഫ് ചെയ്യുക. ശർക്കരയുടെ ഇതെല്ലാം വെള്ളമെല്ലാം പറ്റി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇടാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊഴുക്കട്ട ഉണ്ടാക്കാം. ഇച്ചിരി എണ്ണയോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുക്കിയാലും മതി. എണ്ണയോ നെയ്യോ എന്തെങ്കിലും തൂത്തിട്ട് നമ്മൾ ഇച്ചിരി ഇത് വലിപ്പത്തിലാണ് ഇച്ചിരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പൊടിയെടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റായിട്ട് കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ വീഡിയോ കാണണേ എല്ലാവരും. എടുത്തിട്ട് നമ്മുടെ കൈയുടെ വെള്ളയിലോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തുക. പരത്തിയ ശേഷം ഇങ്ങനെ സൈഡെല്ലാം നമുക്ക് നല്ലവണ്ണം ഒരേപോലെ സോഫ്റ്റ് ആക്കണം. ഫില്ലിങ് സ്പൂണും കൊണ്ട് നമുക്കിതിലേക്ക് വെക്കാം. നല്ല ഫില്ലിങ്ങാണ്. അവലും തേങ്ങ ശർക്കരയും ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും എല്ലാം നെയ്യെല്ലാം ചേർത്താണ്. നല്ല സോഫ്റ്റ്. ഇനി നമ്മളിങ്ങനെ നമുക്കിങ്ങനെ മേളി വരുന്ന മാവിങ്ങനെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഉരുട്ടിയെടുക്കാം. രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്.
കൊഴുക്കട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 വലുത് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ മീഡിയം സൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ. ഇതിനകത്ത് ഫില്ലിങ് അവലും കൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെടുക്കണം. നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചമ്പിനകത്ത് വെച്ച് നമുക്ക് 20 മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കാം. ഒരു ഇല ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും എടുത്ത് ഇതിലേക്ക് വെക്കാം. അടുപ്പേ വെച്ച് 20 മിനിറ്റ് നേരം. അങ്ങനെ നമ്മുടെ ആവി വറുക്കുന്ന കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഫില്ലിങ് ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഞങ്ങളുടെ ചാനലിനകത്ത് ഒത്തിരി നാടൻ ഭക്ഷണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കല്ലേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.